السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ കഹ്ഫിലെ ഗുഹാവാസികൾ അവരുടെ ചരിത്രം പറഞ്ഞു തുടങ്ങിയിട്ട് അവരുടെ ക്വാളിഫിക്കേഷനാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇന്നഹും ഫിത്യ, അവരൊരു പിടി ചെറുപ്പക്കാരാണ്. ആമനൂ ബിറബ്ബിഹിം, അവരുടെ റബ്ബിനെ കൊണ്ട് ദൃഢരൂഢമൂലമായി വിശ്വസിച്ചവരാണ്. വസിദ്ന, നമ്മൾ വർദ്ധിപ്പിച്ചു. വസിദ്ന ഹും, അവർക്ക് നാം വർദ്ധിപ്പിച്ചു. ഹുദ, അവരുടെ സദാചാര ബോധത്തെ നാം വർദ്ധിപ്പിച്ചു. വറബത്ന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നമ്മൾ അതിശക്തമായ കെട്ടുറപ്പ് നൽകി. ഈ റബത്ത എന്ന വാക്ക് ഖുർആനിൽ 3 സ്ഥലത്താണ് വന്നത്. ഒന്ന് സൂറത്തുൽ ഖസസിൽ ആയത്ത് നമ്പർ 10 മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയ്ക്ക് അള്ളാഹു ഹൃദയത്തിൽ കൊടുത്ത കെട്ടുറപ്പിനെ അവിടെ പറയുന്നുണ്ട്. ലൗലാ അർറബത്ന അലാ ഖൽബിഹാ ലിതകൂന മിനൽ മുഅ്മിനീൻ. അതേതാ രംഗെന്ന് വെച്ചാല്, ആൺകുട്ടികളെ മുഴുവനും കൊല്ലാൻ ഫിറഔൻ ആഹ്വാനം ചെയ്ത് അവരെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് ആൺകുട്ടികളെ എടുക്കാൻ പോലീസുകാരെങ്ങനെ ഓരോ വീടുകളെയും വളഞ്ഞു നടക്കുന്ന സമയത്ത് മൂസാ നബി തന്റെ ഉമ്മാന്റെ മടിയിലിരിക്കെ കരഞ്ഞു. അപ്പൊ ചെറിയ കുട്ടീന്റെ കരച്ചിൽ കേട്ടാ പുറത്തുള്ള പോലീസുകാർക്ക് അറിയാം അതാണാണോ പെണ്ണാണോ. കരഞ്ഞ സമയത്ത് ഉമ്മാണ്ട് ബേജാറായി. എന്റെ കുട്ടീനെ കൊണ്ടുപോകുന്നുള്ള ബേജാറാണ്ട് വന്നു. അപ്പൊ അല്ലാഹു തആല ബേജാറുണ്ടെങ്കിൽ കുട്ടീനെ പെട്ടിയിലാക്കിയിട്ട് നൈൽ നദി കൊണ്ടുപോയിട്ടാൽ മതി എന്ന് പറഞ്ഞു. ആ ബേജാറ് സാധാരണ ഇതിൽ കൂടുക വേണ്ടത്, കാരണം പെട്ടിയിൽ കുട്ടീനാക്കിയാൽ പെട്ടെന്ന് മരിക്കും, ചെറിയ കുട്ടിയാണ്. അത് നദി കൊണ്ട് എറിയും കൂടി ചെയ്താൽ പിന്നെ മരിക്കുന്ന ഉറപ്പാണ്. ഈ നദി ഒഴുകണാണെങ്കിൽ അവന്റെ കൊട്ടാരത്തിന്റെ ആ ഭാഗത്തേക്ക്, അവിടെയാണ് അറവുശാല. എല്ലാം കൂടി ആകുമ്പോ ബേജാറായി. അവിടെയാണ് അല്ല പറഞ്ഞത്, ഹൃദയത്തിന് നമ്മൾ ഒരു കെട്ടുറപ്പ് കൊടുത്തു. അത് കിട്ടിയതിനു ശേഷം പിന്നെ ബേജാറില്ല. അവിടെ ഈ റബത്ത എന്നുള്ള ഫെയിൽ വന്നിട്ടുണ്ട്. പിന്നെ റബത്ത എന്നുള്ള ഫെയിൽ വന്നത് സൂറത്തുൽ അംഫാലില് ബദരീങ്ങളെ കുറിച്ചാണ്. ലിയർബിത് അലാ ഖുലൂബിക്കും വയുസബ്ബിത് അഖ്ദാമക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ആയത്ത് നമ്പർ 11 എന്റെ ഓർമ്മ, സൂറത്തുൽ അംഫാൽ. അവിടെ ബദരീങ്ങള് യുദ്ധത്തിന് വേണ്ടി വന്നതല്ലല്ലോ. 313 ആളുകൾ ഒരു വിഭാഗത്തെ തടുക്കാൻ വേണ്ടി വന്നതാണ്, യാത്രാ സംഘത്തെ. ഒക്കെ ഒന്ന് കൊള്ളടി സംഘം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കാരണം ഒരു യാത്രാ സംഘം പോകുമ്പോ ഇവരെന്തിനാ തടുക്കാൻ പോകണമെന്നാണ് യുക്തിവാദികൾ ചോദിക്കുന്നത്. ഇവര് തടുക്കാൻ പോകാൻ കാരണം എന്താ വെച്ചാല്, ഈ യാത്രാ സംഘം തന്നെ ഉണ്ടായത് ഇവരെ വന്നിട്ട് മദീനയിൽ നേരിടാനാണ്. അപ്പൊ ഇനി ഇവരെ അങ്ങോട്ട് പോയാൽ പിന്നെ ഒരു വമ്പൻ സൈന്യം അവിടുന്ന് കണ്ടിട്ട് ഒരു യുദ്ധം, ഒരു ഏറ്റുമുട്ടലാണ് ഉണ്ടാവുക. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന എന്ന രാഷ്ട്രത്തിന്റെ തലവനാണ്, മന്ത്രിയാണ്. അപ്പോ ഒരു യുദ്ധം നടക്കുമെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ അതിന് നേരത്തെ തടയിടുക എന്നുള്ളത് രാജാവിന്റെ ബാധ്യതയാണ്. എന്ന് മാത്രമല്ല, ഇവര് സിറിയയിൽ കൊണ്ടുപോയിട്ട് ഷാമിൽ കൊണ്ടുപോയിട്ട് വിട്ടുവരുന്ന സാധനങ്ങൾ മുഴുവനും സഹാബാക്കളിൽ മദീനയിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകളുടെ സാധനങ്ങൾ കണ്ടുകെട്ടി കട്ടെടുത്തിട്ട് അത് കൊണ്ടുപോയി വിറ്റിട്ട് പൈസ ഉണ്ടാക്കി വരാം. അപ്പൊ നമുക്ക് അവകാശപ്പെട്ട പൈസ എന്നത്, എന്നിട്ട് അതിന് കൊള്ളടി സംഘം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോ സത്യത്തിൽ ആ ഒരു 40 അംഗ സംഘത്തെ എടുക്കാൻ വേണ്ടി പോയ 313 പിന്നെ 1000-ഓളം ആയുധ വിഭൂഷിതരായ ശത്രുക്കളെയാണ് പട്ടിണിപ്പാവങ്ങളായി 313 നേരിടേണ്ടി വന്നത്. ആ സമയത്ത് തലേന്ന് ടെൻഷൻ ഓവറായ ഉറക്കം വരില്ല. അങ്ങനെയാണ് ടെൻഷൻ. പ്രധാനമായി 3 തസ്തികാണ്: ഹുസ്ന്, ഹമ്മ്, ഗമ്മ്. ഹുസ്നാകുമ്പോ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ഒരു വെർലിസമായിരിക്കും. ഹമ്മാകുമ്പോ ഉറങ്ങി തൂങ്ങും. ഗമ്മാകുമ്പോ ഉറക്കം പോവും, ഭയങ്കര ടെൻഷനായി, ഉറങ്ങൂല. പക്ഷേ
സഹാബാക്കൾക്ക് അള്ളാഹു തആല തലേന്ന് നല്ല ഒരു ഉറക്കം കൊടുത്ത്. അത് ഈ കെട്ടുറപ്പ് ഈ ലിർബിത്ത വന്നപ്പോഴാണ് പറയും കൊണ്ട് എല്ലാവരും അങ്ങനെയല്ലോ. കൂസാതെ ഉറങ്ങിയാൽ തന്നെ ഒരു സമാധാനമല്ലേ. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അഷ്റഫ് എന്ന് പറയും, കോഴിക്കോട്ടുകാരന്. ഓൻ ആരോ കള്ളക്കേസ് കൊടുക്കിയിട്ട് ഗൾഫിലാകുമ്പോൾ നിരപരാധിയാണ്. ഓനെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോലീസുകാർ വന്നു. വണ്ടിയിലിട്ടോണ്ട് മൂപ്പര് സീറ്റിൽ നിന്നിട്ട് കൂർക്കം വലിച്ചു ഉറങ്ങുകയാണ്. പിന്നെ പോലീസുകാർ തന്നെ ഇവൻ കള്ളനല്ലായിരുന്നു. ഒറ്റ ഉറക്കം കൊണ്ട്. ഒരു കള്ളന് ഇത്ര സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല. അവനെ അള്ളാനെ കാര്യം ഏൽപ്പിച്ച ആളാ, വിട്ടേക്കെന്ന് അറിഞ്ഞു. അയാൾ അവിടെ എത്തണേനും അവനെ വിട്ടേ അറിഞ്ഞു. ഉറങ്ങിയതുകൊണ്ട് എന്നെ വളരെ അടുത്ത ആളായിരുന്നു. എല്ലാം ഉറക്കാണ്. മുമ്പേനോട് പറയാം, സീറ്റിൽ ഇരുന്ന് കൂർക്കം വലിച്ചാൽ ഉറങ്ങിയറിഞ്ഞു. അപ്പൊ ഈ ഉറക്കം വരിക എന്നുള്ളൊരു സമാധാനമാണല്ലോ. അവിടെയാണ് ബദരീങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്. കാരണം ഒരു വിഭാഗം ആയിരങ്ങൾ അപ്പുറത്തേക്ക് അവര് 313 ഇവര് ഉറങ്ങുകയും ചെയ്ത് ഇബ്ലീസ് അവിടെ വസ്വാസാക്കാൻ ഇറങ്ങി. ഓൽക്ക് അവിടെ വെള്ളമുണ്ട്, നിങ്ങൾക്ക് അവിടെ വെള്ളമില്ല, നിങ്ങൾക്ക് ആയുധമില്ല, ഓൽക്ക് ആയുധമുണ്ട്, ഇങ്ങനെ വസ്വാസാക്കി. അപ്പൊ ഈ ഖവാത്തിർ എന്നുള്ള സംഗതി ഉണ്ട്. വേണ്ടാന്ന് വെച്ചോ കൽബക്ക് ഇങ്ങനെ അടിച്ചു കയറുന്ന ചില സംഗതികളുണ്ട്. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ട് എന്നല്ല, ഉണ്ടാണ്ട ഒരു അവസ്ഥയാണത്. അല്ലാഹു തആല എന്ത് ചെയ്തു? അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇബ്ലീസിന് അവരുടെ ഇടയിൽ ഒരു സ്വാധീനം കൊടുത്തില്ല. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കെട്ടുറപ്പാണ്ട് വന്നു. അങ്ങനെ ഒരു ഉറപ്പും കൊണ്ട് വരാണ്ട്. പെരിന്തൽമണ്ണ ഒരു ഇമാം ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? അയാള് പിന്നെ മരിക്കണതിന്റെ 2 ദിവസം മുമ്പ് അയാളൊരു പ്രസംഗം എനിക്കൊരാള് വീഡിയോ വിട്ടു തന്നിരുന്നു. എല്ലാവരുടെ അടുത്തും വ്യാപകമായിട്ട് വിട്ട ഒരു സാധനമാണത്. അയാള് പെരിന്തൽമണ്ണയിലെ ടൗണിലെ ഒരു സ്ഥലത്ത് പള്ളിയിലെ പ്രഗത്ഭനായ ഖത്തീബാണ്, ഇമാമാണ്, നല്ല മുത്തഖിയായ ഒരു ബിരുദധാരിയാണ്, നല്ല അള്ളാനെ പേടിയുള്ള ഒരാളാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അയാൾ മരിക്കുന്നതിന്റെ തലേന്ന് ഒരു വേദിയിൽ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ക്യാൻസറാന്ന് എനിക്കറിയാം 4 സ്റ്റേജ് അയക്കണമെന്ന് എനിക്കറിയാം, റബ്ബിന്റെ വിധി. പക്ഷേ എന്റെ മനസ്സിൽ നല്ല കെട്ടുറപ്പുണ്ട് എന്ന് അറിഞ്ഞാണ്. പിറ്റേന്ന് മരിച്ചു. ആ ഒരു ഉറപ്പ് കണ്ട് വരാണ്. ചിലർക്ക് ആ ഉറപ്പുണ്ടാവില്ല. ഉറപ്പില്ലെങ്കിൽ സോക്കണ്ട് അടിച്ചു കയറും. ഇന്നലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ കണ്ണൂരെ ഒരു വീട്ടില് പുറക്കാരൻ ദ്വാരക്കാൻ പറഞ്ഞിട്ട് അല്ലാഹു തആല ശിഫായി കൊടുക്കട്ടെ. ഉറങ്ങിയിട്ട് കുറെ മാസം അയക്കണമെന്നാണ്. ക്യാൻസറാണ്, ബ്ലഡ് ക്യാൻസർ. കീമ ചെയ്തിട്ട് ആ മനുഷ്യന്റെ മുഖം തിരിച്ചറിയണില്ല, വികൃതയിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കീമ ചെയ്തിട്ട് നിങ്ങളെ സോക്കട് ആക്കണ്ടോ അതോ കൂടിക്കണോന്ന് വെച്ചു. അപ്പൊ എന്റെ ചവിട്ടിലറിഞ്ഞു ലക്ഷങ്ങൾ പോയും ചെയ്ത് ഇപ്പൊ ഉറക്കം കിട്ടണില്ല. അതിന് മുമ്പ് ഉറങ്ങിയെന്ന് അറിഞ്ഞു. ഇതാണ്, അതിന് മുമ്പ് ഉറങ്ങിയെന്നിപ്പോ ഉറക്കം കിട്ടില്ല. ഏതായാലും ഇന്നലെ സദസ്സിൽ നന്നായിട്ട് ഇതായിരുന്നു. പിന്നെ വിളിച്ചിരുന്നു, ഇന്നലെ ഉറങ്ങിക്കണേ, വേദന കുറെ കുറവുണ്ട്, അള്ളാഹു പൂർണ്ണമായിട്ടും മാറ്റി കൊടുക്കട്ടെ, പൂർണ്ണായും അല്ലാഹു ശിഫയായി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫിഹി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ഫശ്ഫിനാ വശ്ഫിഹി ശിഫാൻ താമൻ ലാ യുഗാദിറു സഖമൻ വലാ അലമൻ. ഇത് ഹദീസിൽ അറിയപ്പെട്ട വാക്കുകളാട്ടോ. ഇതിനൊരു ബർക്കത്ത് ഉണ്ടാവും. അല്ലാഹു തആല ശിഫായി കൊടുക്കട്ടെ. ഏതായാലും ആ സമയത്തൊക്കെ ഒരു കെട്ടുറപ്പം കൊണ്ട് വരണം. എന്ത് വന്നാലും വേണ്ടിയില്ല എന്നുള്ളൊരു കെട്ടുറപ്പ്. അവിടെയാണ് റബത്ത് ഉപയോഗിക്കൽ. അതാണ് അല്ലാഹു തആല ഇവിടെ ഉപയോഗിച്ചത്. ഇവിടെ ഉപയോഗിച്ചത് ഹൃദയങ്ങൾക്ക് നമ്മളൊരു കെട്ടുറപ്പാണ്ട് കൊടുത്തു. എന്താ ഉണ്ടാകാം? എന്ത് വന്നാലും വേണ്ടില്ല, എന്ത് വന്നാലും ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവനും കത്തിക്കാളുകയാണ്. ഒരു സൂഫി, അദ്ദേഹത്തിന്റെ വീട് ഇങ്ങനെ കത്തുകയാണ്, അതിന്റെ ഉള്ളിൽ കുറെ പൈസയുണ്ട്, ഒക്കെ കൂടി കത്തുകയാണ്. അപ്പൊ അയാള് ഭാര്യനും മക്കളും പുറത്ത് കുളിച്ച് വരും. ചെല്ലിയും തെക്കി പേറുകാരൻ പൊരാത്തുമ്പിളെ മൂലേര് അതിന് വരെയല്ല, പൊരാത്താണ് ചെല്ലിയും തെക്ക് പേറുകാരൻ. എന്തേന്ന് വെച്ച് നമുക്ക് ആവശ്യമില്ലാത്ത പൈസ അത് പോണേ, ചെല്ലിയും തെക്ക് പേറ് അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത പൈസ ചെല്ലും. എന്താണ് ആ മനസ്സെന്ന് പറയുന്നത്? നമ്മളെ പേരന്റെ ബാക്കിലെത്തി പോലെ ബോധം കെട്ടുകില്ല, പിന്നെ ആംബുലൻസ് വരണ്ടല്ലേ? എന്താ ആ ഒരു നോളജ് നിങ്ങൾ നോക്കാണ്. ഞമ്മക്ക് ആവശ്യമില്ലാത്ത പൈസ അള്ള കത്തിക്കാണ്, ചെല്ലിയും തക്ബീറെന്ന്. സുബ്ഹാനല്ലാഹ്. അതിനാണ് ഈ റബ്ബത്ത് എന്ന് പറയാം. മനസ്സൊക്കെ കണ്ടൊരു കെട്ടർപ്പ്. പിന്നെ കുന്നൊലിങ്ങാലും കുഞ്ഞാത്തോലുങ്ങല എന്നുള്ളടത്തായിരിക്കും നമ്മള്. അവിടെയാണ് ഒരു പ്രശ്നം പറ്റൂല. അയ്യാ റബ്ബത്തുനാല ഖുലൂബി, ഹൃദയത്തിനൊരു കെട്ടുറപ്പ്. നമ്മുടെയൊക്കെ അണ്ട ചിരിച്ചുപോയി. നിങ്ങളും കൂടി കൊളിച്ചിട്ട് അതൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ചില മരുന്നും കൂടി തരാം. അല്ല നല്ല കെട്ടുറപ്പ് കൊടുക്കട്ടെ. അല്ല, ആള് കെട്ടുറപ്പുള്ള ആളാട്ടോ, ആള് കെട്ടുറപ്പുള്ള ആളാ. 9 മാസമായിട്ട് ഭാര്യ കൊണ്ടിട്ടില്ല, മുഖം നോക്കുകയാണെങ്കിൽ ടെൻഷൻ ഉണ്ടോ? അതിനാണ് കെട്ടുറപ്പ് എന്ന് പറയാം.
അള്ളാഹ് കൂട്ടി കൊടുക്കട്ടെ, അള്ളാഹു തആല ഏറ്റി കൊടുക്കട്ടെ. എന്ത് വന്നാലും വേണ്ടിയില്ല. റബ്ബിന്റെ മുതല്, റബ്ബിന്റെ തീരുമാനം. ഞാൻ എന്തും ചെയ്തിരിക്കും, എനിക്ക് പറ്റണൊക്കെ ഞാൻ ചെയ്യും. അൽഹംദുലില്ലാഹ്. ഖലാസ്. ഞാൻ എന്താ എന്റെ കുടുംബക്കാരത്തിന്റെ മോൻ മരിച്ചു, ഡോക്ടറേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ക്യാൻസർ വന്നിട്ട് മരിച്ചു. അമ്മാന്റെ മടി കിടന്നിട്ടാ മരിക്കുന്നത്. അപ്പൊ മടിയിൽ മയ്യത്തിനെ കിടത്തിയിട്ട്, മോന്റെ മയ്യത്ത് മടി കിടത്തിയിട്ട് ഉമ്മ തോർക്കാം, ഈ തന്ന മുതല് അനക്കാൻ തന്നെ, ഞാൻ അതിനെ കേടെടുത്തിട്ടില്ല, ഈ എടുത്തു. അതിനാണ് ഈ കെട്ടുറപ്പ് എന്ന് പറയാം. അല്ലാതെ കാരോന്ന് പറഞ്ഞിട്ട് അവിടെ നിലയും വീളും മേത്തേക്ക് വീകലൊരു കഥ. എന്നിട്ട് 5-6 ആൾക്കാർ താങ്ങാനോ, എന്തോ ഒരു കഷ്ടമാണ്. എന്റെ ഉമ്മ എന്റെ കണ്ണിന്റെ മുമ്പിന്നാണ് മരിച്ചു. എനിക്ക് ഞാൻ ഒറ്റക്ക് റൂമക്കാണ്ട് ഒരു വാലാണ്ട് പറ്റിട്ട് ഈ ആയത്താണ്ട് ഓർത്തു, റബ്ബത്തുനാലാക്കുലൂബി. അപ്പൊ ഞാന് എന്റെ 2 ഉസ്താമാർക്ക് ആദ്യം വിളിക്കല. അന്ന് തോന്നിയ മമ്മിക്കുട്ടി ഹസ്രത്ത് ഉസ്താദിനെ ആദ്യം വിളിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, മുസീബത്ത് വരുമ്പോൾ ഉടനെ ക്ഷമിക്കുന്നവനാണ് ആൺകുട്ടി, കുറെ കഴിഞ്ഞാൽ ക്ഷമങ്ങനെ വരും, അത് കാഫറിനും ഉണ്ടാവുന്ന. വലിയൊരു വർത്താനല്ല. കുറെ കഴിഞ്ഞാൽ ദിവസങ്ങൾ ഇങ്ങനെ നീളുമ്പോ ആരും ക്ഷമിക്കും, അപ്പം ക്ഷമിക്കണം എന്ന് പറയും. അപ്പാണ് ബ്രേക്ക് ഇട്ട്, പിന്നെ എന്റെ കണ്ണുന്നൊരു ഇറ്റ് വെള്ളം വീണിട്ടില്ല. ഞാൻ എന്റെ പണികൾ ചെയ്യാ, ദ്വാരക്ക പോരാ. പിന്നെ ടെൻഷൻ ഉണ്ടാവും, അത് ഉറപ്പല്ലേ. അതിനല്ലേ കടിച്ചമർത്തുക എന്ന് പറഞ്ഞ് കലാകളൊക്കെ സ്വീകരിക്കേണ്ടവരല്ലേ നമ്മള്. എല്ലാ ആൺകുട്ടികളെയും ജീവിതത്തിൽ പടച്ചവനെന്ന മുഴുവൻ ആൺകുട്ടികളെയും മരിച്ചപ്പോൾ സ്വന്തം കൈകൊണ്ട് മറമാടിയ ആളുടെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരൊറ്റ ആൺകുട്ടിനെ അള്ളാഹ് കൊടുത്തില്ല. പ്രായപൂർത്തിയാണേനും എല്ലാ കുട്ടികളെയും കൊണ്ടുപോയി സ്വന്തം കൈകൊണ്ട് ഈ കുട്ടികളെ മറമാടി വരണേ. ആദ്യം ഒന്ന്, പിന്നെ ഒന്ന്, ഇങ്ങനെ മടമാടി വരണേ ഒരു വാപ്പാന്റെ അവസ്ഥ നോക്കാൻ നിങ്ങൾ പുറത്താ നിങ്ങൾ ആൾക്കാരെ കളിയാക്കുക. അങ്ങനെ വേണം മൊമ്മീന്, അങ്ങനെ വേണം. ആ സമയത്ത് കുലുങ്ങിയില്ലല്ലോ മുഹമ്മദ് മുസ്തഫ. അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകിയിട്ടുണ്ട്. എന്തിനാണ് ഇവിടെ കെട്ടുറപ്പ്? ഒന്നാമത്തത് ദുഖിയാനോസ് എന്ന രാജാവിന്റെ മുമ്പില് ആകാശഭൂമികൾ സൃഷ്ടിച്ച പടച്ചവനാണ് ഞങ്ങളുടെ ആരാധ്യൻ എന്ന് പറയാ. മനസ്സിനൊരു കെട്ടുറപ്പ് വേണം. പിന്നെ എന്തിനാണ് മനസ്സിന് കെട്ടുറപ്പ്? 300 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഇവർ ഉണരുന്നത്. ഉണരുമ്പോൾ കണ്ട നാടല്ല, കണ്ട വാപ്പയില്ല, ഉമ്മയില്ല, കെട്ടിക്കൊള്ള കുട്ടികളില്ല, കൂട്ടുകാരില്ല, കുടുംബക്കാരില്ല, അയൽവാസികളില്ല, നാട്ടുകാരില്ല. ആ സമയത്തും ഹൃദയം കുലുങ്ങാതെ റബ്ബിന് വേണ്ടി സമാധാനിക്കണമെങ്കിൽ അവരുടെ ഹൃദയങ്ങൾക്ക് നമ്മൾ കെട്ടുറപ്പ് നൽകിയിട്ടുണ്ട്. റബത്താന്നുള്ള ഈ ഫീലിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അത് ഖുർആനിൽ 3 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒന്ന് സൂറത്തു ഷൂറ, അത് മൂസാ നബിന്റെ ഉമ്മാക്ക്. 2 സൂറത്തുൽ അംഫാൽ, അത് ബദരീങ്ങളെ കുറിച്ച്. 3 സൂറത്തുൽ കഹ്ഫ് ആയത്ത് നമ്പർ 14 എന്റെ ഓർമ്മ. ഈ ആയത്തിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പൊരുൾ മാത്രമാണ് വിശദീകരിച്ച്. നിങ്ങൾ പറഞ്ഞിടത്തൊക്കെ നാളെ എത്തുട്ടോ. നിങ്ങൾ പറഞ്ഞിടത്തൊക്കെ നാളെ എത്തും ഇൻഷാ അല്ലാഹ്. കാരണം ഈ ആയത്തിന്റെ 5 ദിവസമായി, ഒറ്റ ആയത്ത്. ഇതൊന്ന് കുറച്ച് മെനക്കെട്ട് പറയേണ്ട ഒരു ആയത്താണ്, അതുകൊണ്ട് അത്ര ദിവസം എടുത്ത്. നാളെ ഈ ആയത്ത് അവസാനിപ്പിക്കും. അനത് സൂറത്തുൽ കഹ്ഫ് തീരുന്നല്ലോ വേഗം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നമ്മളെ ബഹുമാനപ്പെട്ട തങ്ങളുടെ വല്യമ്മ മരിച്ച ദിവസം അല്ലേ? നിങ്ങളെ വല്യമ്മല്ലേ? പാനമ്മ, തങ്ങളെ പാനമ്മ മരിച്ച ദിവസമാണ്. അള്ളാഹു താല ബഹുമാനപ്പെട്ട ബീവിക്ക് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഖബറ് അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ. ഈ പേരക്കുട്ടി ചായം ചെയ്യുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വലിയൊരു സമ്മാനമായി അള്ളാഹു താല അവരുടെ ഹളറത്തിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു താല അവരുടെ ഖബറ് പ്രകാശിപ്പിക്കുകയും പ്രവിശാലമാക്കുകയും സുഗന്ധമാക്കുകയും കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കുകയും ചെയ്യുന്ന പടച്ചോനെ അള്ളാഹുവെ, അവരുടെ ഖബറിനെ പ്രകാശം കൊണ്ട് നിറക്കണേ അല്ലാ, സൗഗന്ധിക കേന്ദ്രമാക്കണേ അല്ലാ. അവരെയും പേരക്കുട്ടിനെയും അവരുടെ കുടുംബത്തെയും അവരൊക്കെ കൂടെ ഞങ്ങളെയും ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ കൂടെ സ്വർഗീയ പൂങ്കാവനത്തിൽ അൽ ഫിർദൗസിൽ ആലയിൽ പങ്കെടുപ്പിക്കണേ അല്ലാ.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد പടച്ചോനെ പറഞ്ഞോ കേട്ടോ നീ കബൂലാക്കണേ അല്ലാ ഖൽബിൽ റാഹത്ത് നൽകണേ അല്ലാ അല്ലാഹുവേ വറബത്നാ അലാ ഖുലൂബിഹിം എന്നത് സൂറത്തുൽ കഹ്ഫിലുള്ള ആളുകൾക്ക് മറ്റു പലർക്കും നീ കൊടുത്തതാണ് അത് ഞങ്ങൾക്കും നൽകണേ അല്ലാ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത പരീക്ഷണവും പ്രതിസന്ധിയും ഒന്നും നീ ഖളാ ചെയ്യില്ല അല്ലാ വല്ലതും ഇടക്കാലത്ത് ദുന്യാവ് എന്നൽക്ക് വന്നാൽ അവിടൊക്കെ പിടിച്ചേക്കാനുള്ള കെട്ടുറപ്പ് നൽകണേ അല്ലാ ഞങ്ങളെ ഹൃദയം പതറുന്ന അവസ്ഥയിലാക്കല്ല അല്ലാ ഈമാൻ കൂട്ടിത്തരണേ അല്ലാ യഖീൻ വർദ്ധിപ്പിക്കണേ അല്ലാ മഹബ്ബത്തിന്റെ ആളുകളാക്കണേ അല്ലാ മവദ്ദത്തിന്റെ ആളുകളാക്കണേ അല്ലാ മദദിന്റെ ആളുകളാക്കണേ അല്ലാ ഇസ്സത്തിന്റെ ആളുകളാക്കണേ അല്ലാ മദ്ഹിന്റെ ആളുകളാക്കണേ അല്ലാ ഖിദ്മയുടെ ആളുകളാക്കണേ അല്ലാ നിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കാനും പറയാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകണേ അല്ലാ അതിന് ആയുസ് നീട്ടിത്തരണേ അല്ലാ കൂട്ടിത്തരണേ അല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി തരണേ അല്ലാ എല്ലാവിധ നിഅമത്തുകളും ചൊരിഞ്ഞേരണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ അപാകത അതിന് തടസ്സാക്കല്ലേ അല്ലാ അപാകതയില്ലാത്ത ഭാവി പ്രദാനം ചെയ്യണേ അല്ലാ സ്വർഗം ബാസുരമായ സ്വർഗത്തിന് വേണ്ടി നാളേക്ക് നന്മകൾ മാറ്റിവെക്കാൻ തൗഫീഖ് താ അല്ലാ അല്ലാഹു ഇരുത്തം തന്നെയും അതിന് കാരണമാക്കണേ അല്ലാ സദസ്സിൽ കച്ചവടക്കാരുണ്ട് പ്രവാസികളുണ്ട് കൂലിപ്പണിക്കാരുണ്ട് ഡ്രൈവർമാരുണ്ട് കടലിൽ പോകുന്നവരുണ്ട് പലരും ഇത്തിരി പ്രയാസത്തിലാണ് എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാ അള്ളാഹുവെ എല്ലാ ചുണ്ടും ചെറിയും നാവും നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ കഠിനമായ പരീക്ഷണം നൽകി തളർത്തല്ലേ അല്ലാ കൈകാലുകൾ വേദനയുള്ളവരുണ്ട് പൈൽസ് ഷുഗർ പ്രഷർ പോലെയുള്ള പ്രശ്നങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നീ സലാമത്തിന്റെ വഴികളും ബാബുകളും തുറന്നു തരണേ അല്ലാ അല്ലാഹുമ്മ സയ്യിദിനാ മുഹമ്മദ് റഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولأساتذتنا ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട വല്യമാക്ക് നീ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ അവർക്ക് നീ ആനന്ദം കൊടുക്കണേ അല്ലാ ഖബർ ആഘോഷമാക്കി കൊടുക്കണേ അല്ലാ അനുഗ്രഹത്തിന്റെ ആരാമമാക്കി കൊടുക്കണേ അല്ലാ ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ളവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഈ നാട്ടിലുള്ളവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഈ സാഹസിലുള്ള ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ അല്ലാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൈസീനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തങ്ങളെ വക ചായ ചെയ്യുന്നിട്ട് എല്ലാവരും കുടിച്ചിട്ട് പോയി അസ്സലാമു അലൈക്കും.